നമസ്കാരം, എൻ്റെ പേര് ആക്ഷ. ഞാൻ സെൻറ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാലായിലെ സെക്കൻഡ് ഇയർ BEd വിദ്യാർത്ഥിനി. EDU 404.1 പ്രാക്ടിക്കൽ ഡോക്യുമെൻ്ററിയുടെ ഭാഗമായി കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾക്കോ ലൈംഗിക അതിക്രമങ്ങൾക്കോ എതിരെയുള്ള പോക്സോ നിയമത്തിലെ നിയമവശങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു അഭിമുഖത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. നമ്മോട് കൂടെയുള്ളത് K. അജിത് അഡ്വക്കേറ്റ്. അദ്ദേഹത്തിനെ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് K. അജിത്ത്, കാഞ്ഞിരപ്പള്ളി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പോക്സോ നിയമപ്രകാരം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമണങ്ങളും ചൂഷണങ്ങളും എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുക്കാൻ പാല സെൻറ് തോമസ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്ററിലെ ആർഷ MS എന്ന വിദ്യാർത്ഥി എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുട്ടിയമത്ത് പോക്സോ ആക്ടിലെ ചില വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറും. പോക്സോ ആക്ടിലെ നിയമവശങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാം. പോക്സോ ആക്ടിൽ നിയമവശങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാം. അത് കട്ട് ചെയ്യണ്ട അങ്ങനെ നീ എഡിറ്റ് ചെയ്യുമ്പോൾ നീ അതനുസരിച്ച് എഡിറ്റ് ചെയ്യണം. അത് കളഞ്ഞാൽ ഒന്ന് ചോദിച്ചു. പോക്സോ ആക്ടിലെ നിയമവശങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാം. പോക്സോ ആക്ടിൽ ടോട്ടൽ 9 ചാപ്റ്റർ 46 സെക്ഷൻസ്. ഇതിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞ സെക്ഷൻ 3, 5, 7, 9 ഈ 4 സെക്ഷനിലാണ് കുട്ടികൾക്കുള്ള അതിക്രമങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന പ്രാഥമിക നിയമം എന്തൊക്കെയാണ്? ഇന്നത്തെ നിലവിലെ നിയമം എന്ന് പറഞ്ഞാൽ 2012 കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം ദ സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 ആണ് ഇത് പാസ്സാക്കി. നിലവിൽ ആ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ നടപടി സ്വീകരിക്കുന്നത്. 18 വയസ്സ് താഴെ. അതെ, എന്നാൽ എല്ലാ ലൈംഗിക അതിക്രമങ്ങളും കേസ് എടുക്കുന്നത് ഈ വകുപ്പ് പ്രകാരം. പോക്സോ നിയമപ്രകാരം ദുരുപയോഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും സമയപരിധി? തീർച്ചയായും ഒരു പോക്സോ പ്രകാരം ഒരു കുറ്റകൃത്യം നടന്നു എന്ന അറിവ് കിട്ടി എത്രയും പെട്ടെന്ന് പോലീസിൽ, ലോക്കൽ പോലീസ് സ്റ്റേഷൻ പറ്റി ലോക്കൽ പോലീസിനോ അല്ലെ സ്പെഷ്യൽ പോലീസ് യൂണിയൻ അവർ അറിയിക്കും. അവരുടെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അടുത്തുള്ള നിയറസ്റ്റ് കോടതിയെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഈ ഒരു പ്രൊസീജിയർ നടന്നിരിക്കും. പോക്സോ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ശിക്ഷ എന്താണ്? ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പോക്സോ നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവ് കിട്ടിയതിന് ശേഷം ആ വ്യക്തി അറിയിക്കുന്നില്ലായി അറിവ് കിട്ടിയ വ്യക്തിന് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും 6 മാസം കുറിച്ച് മതിയായ അവബോധം നമുക്ക് കുട്ടികളിൽ എങ്ങനെ എത്തിക്കാൻ സാധിക്കും? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. പോക്സോ ആക്ടിൽ തന്നെ സെക്ഷൻ 43 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികളിലേക്ക് അവബോധം വരുത്താൻ വേണ്ടി എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ WPC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ബന്ധപ്പെട്ട് അവർ കൗൺസിലേഴ്സ് സ്കൂളിലേക്ക് അയക്കുകയും മതിയായ അവബോധം കുട്ടികൾ സൃഷ്ടിക്കുകയും ചെയ്യണമെന്ന്. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ശിക്ഷ എന്താണ്? പോക്സോ നിയമപ്രകാരം ഒരു കൃത്യം അറിഞ്ഞ ശേഷം അത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട അധികാര സ്ഥലങ്ങൾ അറിയിച്ചില്ലെങ്കിൽ പോക്സോ ആക്ടിലെ തന്നെ സെക്ഷൻ 9 സബ്സെക്ഷൻ 2 പ്രകാരം ഈ അറിയിക്കാതിരിക്കുന്ന വ്യക്തിക്ക് നടപടി സ്വീകരിക്കണം. അവർക്ക് 6 മാസത്തെ ശിക്ഷയും കൂടാതെ ഫൈനും ലഭിക്കും. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ടതാണ്. അത് അറിയിക്കാതിരിക്കുന്ന വ്യക്തിക്ക് 1 വർഷത്തെ തടവും ഫൈനും ലഭിക്കും. സെക്ഷൻ 55 അതുകൊണ്ടാണ്
പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനുള്ള സാറിൻ്റെ അഭിപ്രായം? സെക്സ് എഡ്യൂക്കേഷൻ ചെറുപ്പം തൊട്ടേ കുട്ടികളിൽ അറിയിക്കണം. ഒരു 5 വയസ്സിലും കഴിയുമ്പോൾ, സോറി 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തൊട്ട് ഇത്തരം കുട്ടികൾക്ക് ഇതിൻ്റെ അത് നൽകണം എന്നുള്ള അഭിപ്രായം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രായപൂർത്തി എത്താറുണ്ട്. അപ്പോൾ ആ കുട്ടികൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ പോലും ചെറുപ്പത്തിൽ 1-2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് നൽകുന്നതുകൊണ്ടാണ് യാതൊരു തെറ്റുമില്ല. അത് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൊച്ചുകുട്ടികളോടാണ് പലരും ദൂരമായ നടത്തുന്നത്. വിചാരണ വേളയിൽ കോടതി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തെങ്കിലും? കോടതിയിൽ ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ബന്ധപ്പെട്ട അത് ആ കുട്ടി കോടതിയിൽ ഹാജരാക്കുകയും കുട്ടിയുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയോ അവിടെ ഹാജരാക്കി കോടതി ആ കുട്ടിയിൽ നിന്ന് CRPC 164 164 വകുപ്പ് അനുസരിച്ച് മുന്നിലേക്ക് ഇതാണ് ചെയ്യുന്നത്. അത് ഈ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വിസ്താരങ്ങളിൽ അത് ആ മൊഴി വരികയും ചെയ്യും. രഹസ്യ സ്വഭാവം. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന രീതിയാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ഇതൊരു വിവരം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസ് യൂണിറ്റ് അറേഞ്ച് ചെയ്യുക. അവരവിടുന്ന് ഒരു വനിതാ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു വനിതാ ഉദ്യോഗസ്ഥ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരു കാരണവശാൽ ആ മൊഴി എടുക്കുന്ന വേളയിൽ അവർ പോലീസ് യൂണിഫോം ധരിക്കാൻ പാടില്ല. വളരെ സാവധാനം ആ കുട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വേണം മൊഴിയെടുക്കാൻ. അത് റെക്കോർഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് ഒരു കാരണവശാലും ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാനോ പാടില്ല. ആ കുട്ടി താമസിക്കുന്ന വീട്ടിൽ തന്നെ ചെന്ന് വേണം മൊഴിയെടുക്കാൻ. അതിൻ്റെ പേരിൽ കുട്ടിയെ ബോധ്യപ്പെടുത്തിക്കാനോ പിടിക്കാനോ ഇതിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്താം, ഇവിടെ വെച്ച് മൊഴിയെടുക്കാനോ പറ്റും. കുട്ടി അവിടെ തന്നെ വീണ്ടും ഈ ഒരു ലേഡി ആയിരിക്കും, ഓഫീസറായിരിക്കും. പോക്സോ നിയമത്തെക്കുറിച്ചുള്ള മതിയായ അവബോധം നമുക്ക് കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കും? പോക്സോ ആക്ടിലെ തന്നെ സെക്ഷൻ 43 അനുസരിച്ച് കുട്ടികൾക്കും പേരൻസിനും മുതിർന്ന എല്ലാവർക്കും ഈ പോക്സോ ആക്ടിനെക്കുറിച്ച് മതിയായ വിവരം നൽകണമെന്ന് അത് മീഡിയ വഴിയും ടെലിവിഷൻ വഴിയും പത്രങ്ങൾ വഴിയും നൽകണമെന്ന് തന്നെയാണ് പറയുന്നത്. അവർ കുട്ടികളെ ഒരു അവബോധം സൃഷ്ടിച്ചാൽ മാത്രമേ അവർക്കതിനെ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരമൊരു സംഭവം ഉണ്ടായാൽ അവർക്ക് ഏറ്റവും അടുത്ത ബന്ധുവിനോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറയാനുള്ള ധൈര്യമുണ്ടാകും. അതിനെക്കുറിച്ച് സ്കൂളുകളിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖാന്തരം കൗൺസിലേഴ്സിനെ നിയമിച്ച് കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ് നൽകുകയും സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് പ്രത്യേകം ഒരു അവബോധം സൃഷ്ടിക്കുകയും ചെയ്യാം. നിയമവശങ്ങളെ കുറിച്ചൊന്ന് പറയാം. കൂടാതെ തന്നെ പോക്സോ ആക്ട് എത്ര അധ്യായങ്ങളാണ്? പോക്സോ ആക്ട് ഉൾപ്പെടുന്നത് 9 അധ്യായങ്ങൾ, അതിൽ തന്നെ 46 വകുപ്പുകളും അടങ്ങിയിട്ടുണ്ട്. അതുപ്രകാരമാണ് ആ പുസ്തകത്തിൽ ഈ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് വിവരിക്കുന്നത്. സെക്ഷൻ 3, സെക്ഷൻ 5, സെക്ഷൻ 7, സെക്ഷൻ 9 ഇതിലാണ് ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നത്. അതിൽ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നു. പ്രതിക്കെതിരെയുള്ള ഒരു ശിക്ഷയെക്കുറിച്ചെല്ലാം വിശദമായി പറയുന്നത്. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ നാളത്തെ സമൂഹത്തിലേർത്തി പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലെല്ലാം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സാറിന് എനിക്ക് തരാം? ഇപ്രകാരം ഒരു കാര്യം നമ്മൾ അറിവിൽപ്പെട്ടാൽ, ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അറിവിൽപ്പെട്ടാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വിവരം ബന്ധപ്പെട്ട നിയമപാലകരുടെ മുൻപിൽ എത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അപ്രകാരം ശ്രദ്ധിച്ച് അപ്രകാരം നടന്നിട്ടില്ലെങ്കിൽ അത് എത്രയും നേരത്തെ ലോക്കൽ പോലീസ്, ഏറ്റവും അടുത്ത ലോക്കൽ പോലീസിൽ അറിയിക്കുക. ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ശേഷം ഇത്തരം പ്രതികരണങ്ങൾ ഇങ്ങനൊരു
ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെ തടസ്സപ്പെടുത്താം, അല്ല അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നിങ്ങൾ സമീപവാസികളായ കുട്ടികളോട് നിങ്ങൾ ബന്ധപ്പെടുന്ന, നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലെ കുട്ടികൾ അതിൻ്റെ വ്യക്തമായ ഉപദേശം നൽകുകയും ആ കുട്ടികളെ മാനസികമായി അതിന് കരുപ്പിടിപ്പിക്കുകയും ചെയ്യും. തയ്യാറാകണം. യാതൊരു പ്രതികരണം ഉണ്ടായാലും പ്രകാരം ഒരു തെറ്റായ നോട്ടമായിക്കൊള്ളട്ടെ, പെരുമാറ്റമായിക്കൊള്ളട്ടെ, ഒരു ശബ്ദവികരണങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്തു വന്നാലും ഇതിനെ പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം കുട്ടികൾ കൊടുക്കാനുള്ള അറിവും ബോധവും ഉണ്ടാകും.